30 മുതൽ 80 മില്ലി ബ്ലഡേ പോകാവൂ. നോർമലായ ഒരു ആർത്തവ രക്തസ്രാവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാധാരണയായ ഒരു ആർത്തവം 21 ദിവസം മുതൽ 35 ദിവസത്തിനകം വരണം. 2 മുതൽ 7 ദിവസം വരെ ബ്ലീഡിംഗ് ഉണ്ടാവണം. 30 മുതൽ 80 മില്ലി ബ്ലഡ് പോകണം. വളരെ റെഗുലർ ആയിരിക്കണം. ഒരു സ്ത്രീക്ക് അടുത്ത മാസത്തെ മെൻസസ് എന്ന് ഉണ്ടാകും എന്ന് പ്രവചിക്കാൻ അഥവാ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണം. ഇതിനെയാണ് നോർമൽ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2 പീരീഡിനിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുക, അതായത് മെനോമെട്രോജിയ എന്ന അവസ്ഥ. ഒരു ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ വളരെ എക്സസീവായിട്ട് പോവുക, ഒരു ദിവസം 7ഉം 8ഉം പാട് മാറേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള മെനറോജിയ എന്ന അവസ്ഥയ്ക്കൊക്കെ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്നാണ് പറയുന്നത്. ഇതിന് പല പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാന കാരണം എന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതായത് അണ്ടോത്പാദനം നടക്കാത്ത അനോവുലേറ്ററി സൈക്കിളുകളിൽ ഈസ്ട്രജൻ എന്ന ഹോർമോൺ മാത്രം അത് എൻഡോമെട്രിയത്തിന്റെ കട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അണ്ടം ഉണ്ടാകുന്നില്ല, കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുകയും ഈസ്ട്രജൻ മാത്രം പ്രവർത്തിക്കുകയും എൻഡോമെട്രിയത്തിന്റെ കട്ടി വളരെ കൂട്ടുകയും അത് അസ്ഥിരമാവുകയും ദുർബലമാവുകയും ഇറഗുലറായി കൃത്യതയില്ലാതെ അടർന്നടന്ന് പോവുകയും ചെയ്യുമ്പോൾ എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാകും. ഇതിന് PCOS പോലെയുള്ള അവസ്ഥകളിൽ സംഭവിക്കുന്ന ഇതാണ്. അതുപോലെ ആർത്തവ വിരാമത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 45-50 വയസ്സൊക്കെ ആകുമ്പോൾ പെരിമെനോപാസ് എന്നൊരു അവസ്ഥയാണ്. അവിടെ ഓവേറിയൻ ഫെയിലർ, അണ്ടാശയങ്ങളുടെ കർമ്മക്ഷമത കുറയുന്നത് കൊണ്ട് ഇങ്ങനെ എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാകാം. ഹൈപ്പർ ആൻഡ് ഹൈപ്പോതൈറോയിഡിസത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാകാം. മറ്റൊന്ന് കൗമാരപ്രായത്തിൽ പിറ്റ്യൂട്ടറിയുടെയും ഹൈപ്പോതലാമസിന്റെയും ഓവറിയുടെയും കൂടെയുള്ള ഒരു ആക്സിസിന്റെ അത്ര ആക്റ്റീവ് അല്ലാതെ നിൽക്കുമ്പോഴും ഇതുപോലെയുള്ള ബ്ലീഡിംഗ് ഉണ്ടാകാം. മാനസിക സമ്മർദ്ദം കൂടുതലുണ്ടെങ്കിലും പൊണ്ണത്തടി ഉണ്ടെങ്കിലും ഒക്കെ ബ്ലീഡിംഗ് ഉണ്ടാകും. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് ഘടനാപരമായ കാരണങ്ങളാണ്. അതിന് പാം എന്ന ചുരുക്കപ്പേരിലാണ് മെഡിക്കൽ രംഗത്ത് അറിയപ്പെടുന്നത്. P എന്നത് എൻഡോമെട്രിയൽ പോളിപ്പ് എന്ന് പറയും. ആന്തരിക ഭിത്തിയിൽ ഉണ്ടാകുന്ന ഓവർഗ്രോത്ത് ആണ്. അത് ഭൂരിഭാഗവും ക്യാൻസറസ് ആയിരിക്കത്തില്ല. അഡിനോമയോസിസ് എന്ന് പറയുന്നതാണ് A എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മയോമെട്രിയം എന്ന ഭിത്തിയിലേക്ക് എൻഡോമെട്രിയം എന്ന ത്തിന്റെ കലകൾ വളർന്നിറങ്ങി ഗർഭാശയം വലിപ്പം വെക്കുന്ന ഒരവസ്ഥയാണ്. മൂന്നാമത് ലിയോമയോമ എന്നറിയപ്പെടുന്ന ഫൈബ്രോയിഡുകൾ അഥവാ ഗർഭാശയ മുഴകളാണ്. എല്ലാ ഫൈബ്രോയിഡുകളും ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, എവിടെ അത് ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സബ്മ്യൂക്കസൽ ഫൈബ്രോയിഡുകളാണ് സാധാരണയായി ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നത്. നാലാമത്തത് M എന്ന് പറയുന്ന മാലിഗ്നൻസി. ക്യാൻസറസ് ആൻഡ് പ്രീ ക്യാൻസറസ് അവസ്ഥകളിൽ അത് ഗർഭാശയത്തിലോ ഗർഭാശയത്തെ മുഖത്തോ ഒക്കെ ബാധിക്കാം. അങ്ങനെയും ബ്ലീഡിംഗ് ഉണ്ടാകാം. എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ എന്ന് പറഞ്ഞ എൻഡോമെട്രിയത്തിലെ കോശങ്ങൾ അധികമായി വളരുന്നത് കൊണ്ടും ബ്ലീഡിംഗ് ഉണ്ടാകും. മൂന്നാമത് പറയുന്നത് ചില മെഡിക്കേഷനുകളാണ്. അതായത് നമ്മൾ ഹോർമോണൽ ടാബ്ലറ്റുകൾ, കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിയും ഗർഭധാരണം തടയുന്നതിനായി. അങ്ങനെ ഉണ്ടെങ്കിൽ ഗർഭധാരണം തടയുന്നതിനായി ചില ഡിവൈസുകൾ യൂട്രസിൽ നിക്ഷേപിച്ചാൽ ആൻറ്റി കൊയാഗുലൻറ്റുകൾ എന്ന് അറിയപ്പെടുന്ന രക്തം വളരെ തിന്നായിട്ട് കട്ടി കുറഞ്ഞ ഒഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അതുപോലെ മാനസിക പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ആൻറ്റി എപ്പിലെപ്റ്റിക് അപസ്മാരത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ഇത്തരം ബ്ലീഡിങ്ങിന് കാരണമാകാം. പിന്നുള്ളത് അണുബാധയാണ്. അത് എൻഡോമെട്രിയറ്റിസ്, സെർവിസൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് ഈ ഭാഗങ്ങളിലൊക്കെ അണുബാധ ഉണ്ടായാൽ എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാകാം. ലൈംഗികപരമായ രോഗങ്ങൾ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകും. പിന്നെ മെനോപോസിന് ശേഷം, ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ഇത് ബ്ലീഡിങ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പ്രഗ്നൻസിയുടെ അബ്നോർമാലിറ്റിയിൽ അബോർഷൻ ഉണ്ടാകാം. ട്യൂബിൽ തന്നെ പ്രഗ്നൻസി ഉണ്ടാകുന്നെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകും. പക്ഷേ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിനെ വളരെ നോർമലാണെന്നാണ് പല അഭ്യസ്തവിദ്യരായ ആളുകൾ പോലും ധരിച്ചു വെച്ചിരിക്കുന്നത്. പ്രത്യുൽപാദനക്ഷമതയുള്ള ധാരാളം സ്ത്രീകളിൽ ഈ അബ്നോർമലായ ബ്ലീഡിംഗ് ഉണ്ട്. ഇത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നുണ്ട്. നമുക്ക് വല്ലാത്ത ക്ഷീണവും അവശതയും ഉണ്ടാകാം. ഓരോ മണിക്കൂർ ഇടവിട്ട് പാടുമാറേണ്ടി വരാം. ഓരോ ദിവസം ചെല്ലുന്തോറും ബ്ലീഡിങ് കൂടാം. ലൈംഗിക ബന്ധത്തിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാകാം. നമ്മളാകെ ഫ്രസ്ട്രേറ്റഡ് ആയി മാറുകയാണ്. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നു. നമുക്കൊരു ടൂർ പോകാൻ പറ്റുന്നില്ല, ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, യാത്രകൾ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വിഷമം ഉണ്ടാകും. പക്ഷെ അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. വിദഗ്ധരായ ഡോക്ടറെ കണ്ട് കൃത്യമായ രോഗനിർണയം നടത്തി എന്തുകൊണ്ട് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിയണം. അതിന് നമ്മൾക്ക് ബ്ലഡിൻ്റെ എല്ലാ പരിശോധനകളും നടത്തേണ്ടി വരും. ലാപ്രോസ്കോപ്പി, ഹിസ്ട്രോസ്കോപ്പിയും അൾട്രാസൗണ്ട് സ്കാനും ഒക്കെ ചെയ്യേണ്ടി വരും.
അങ്ങനെ നോക്കി ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു കാര്യമായി കണ്ടെത്തി ചികിത്സിക്കണം. അസൃഗ്ധരം എന്നാണ് ആയുർവേദത്തിൽ ഈ അവസ്ഥയെ അറിയപ്പെടുന്നത്. അസൃഗ് എന്ന് പറയുമ്പോൾ രക്തമെന്നും ധരം എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നുമാണ്. ഇതിങ്ങനെ പോകുമ്പോൾ അസൃഗ്ധരത്തിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. ഹോർമോണൽ ഇംബാലൻസും ഒക്കെ ഉള്ള അവസ്ഥകളിലൊക്കെ ഈ ചികിത്സ ഫലപ്രദമാണ്. ഘടനാപരമായ കാര്യങ്ങളിൽ അത്ര പറ്റില്ലെങ്കിൽ പോലും. പക്ഷെ അപ്പോഴും നമ്മൾ ഡയഗ്നോസ് കൃത്യമായിരിക്കണം. ഏർലി ഡയഗ്നോസ് ലീഡ്സ് ടു ബെറ്റർ ട്രീറ്റ്മെന്റ് എന്നാണല്ലോ.